Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ബൈങ് നമ്മുടെ സോഫ്റ്റ് വിൻ ചെയ്യേണ്ട സഹായത്തോടെ നമുക്ക് കറക്റ്റ് എൻട്രിയും എക്സിറ്റും അതുപോലെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓപ്ഷൻ നിങ്ങളൊരു ബിഗിനറോ പ്രൊഫഷണൽ ട്രേഡോ ആയിക്കോട്ടെ, നമ്മുടെ സോഫ്റ്റ് വിൻ ട്രേഡ് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യാം. ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനോ അറിയാനോ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടോ കോൾ ഔട്ട് വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എക്സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി കോൾ ഓപ്ഷൻ 23,200 ചാർട്ടാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റാണ് ഈ റൺ ചെയ്യുന്ന 516. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഗ്രീൻ കളറിൽ കാണുന്ന അപ്പാരയില് അതാണ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തരുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും, അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് വരുന്ന ട്രേഡ് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്യുക. കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈ സിഗ്നലുടെ മേളിൽ എൻ്റെ റേറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൺഫേം ആയ ട്രേഡുകൾ മാത്രം എടുക്കുക. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഈ ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴെ പ്രൈസ് എന്ന് പറയുന്ന ബൈ സോണെന്ന് തന്നെ എഴുതി കാണിക്കണം. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാർ കണ്ട. ഇപ്പോൾ ഓരോ ക്യാൻഡിലുമാണ് ഈ ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഒറ്റ ബാറേ കാണുള്ളൂ. അത് എന്തായിരിക്കണം? ഗ്രീൻ തന്നെ ആയിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് എന്താണ് ഗ്രീൻ അല്ലായിരുന്നു, നോ പ്രോബ്ലം. നമുക്ക് ഗ്രീൻ വന്ന ലെവൽ ഏതാണ് ആ ലെവൽ വെച്ച് ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. അവിടെ ആ ഒരു പ്രൈസ് തന്നെയായിരുന്നു 215 നമുക്ക് ട്രേഡ് വന്നു. അപ്പോൾ 218 ആ ഒരു ലെവലിലാണ് നമുക്ക് എൻട്രി നമ്മൾ കൺഫർമേഷൻ കിട്ടിയ. അവിടുന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ 300 പോയിന്റാണ് കയറി നിൽക്കുന്നത്. പക്ഷേ നമ്മൾക്ക് പ്രോഫിറ്റ് നമ്മുടെ ടാർഗറ്റിൽ വരുമ്പോൾ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറണം. സോഫ്റ്റ് തരുന്ന ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിവിടുന്ന് ബൈ ചെയ്ത് ഈ ഒരു ലെവൽ വന്നപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് അതിനുശേഷം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം തിരിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റീ എൻട്രി എടുക്കാനൊരു ചാൻസ് ഉണ്ട്. അതെവിടെ എടുക്കണമെന്ന് വെച്ചാൽ ഈ റെഡ് സ്റ്റാറുകൾ കണ്ടോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ആ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ ഏതാ ആ ലെവലിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് റീ എൻട്രി ചെയ്യാവുന്നതാണ്. വൺ സൈഡ് മാർക്കറ്റിൽ നമുക്കിങ്ങനെ റീ എൻട്രി ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അതായത് നമുക്ക് ഇനിഷ്യൽ ട്രേഡ് ഒരു ഫ്രഷ് എൻട്രി വരുമ്പോൾ നമ്മൾ 2 കൺഫർമേഷൻ നോക്കുക, എൻട്രി എടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റിലാണ് ഞാൻ പറഞ്ഞ റീ എൻട്രി നമ്മൾ ചെയ്യേണ്ടത്. അതൊരു 80 to 90% കൺഫേം ആക്യുറസി വരുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. അതേപോലെ നമുക്ക് അപ്പം തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം എഴുതി കാണിച്ചു തരും. അപ്പോൾ നമ്മൾ കൺഫേം ആണെന്ന് നോക്കി ഞാൻ പറഞ്ഞ 2 കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഈ ഒരു സ്ട്രാറ്റജി സിമ്പിളായിട്ട് നിങ്ങൾ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ കൂടി സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സോഫ്റ്റിൻ്റെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.